ആയതിന് പ്രശ്നം വെച്ചാൽ ഗേറ്റിൻ്റെ അവിടെ വന്നു ഞാൻ എൻ്റെ സ്വഭാവം മാറും. ഞാൻ തുറന്നു പറയും. ഒരു ജഡ്ജിയുടെ മരുമകനാണ് ഞാൻ. ജഡ്ജി മരിച്ചിട്ടുള്ളൂ, ഞാൻ മരിച്ചിട്ടില്ല. ഈ പോലീസുകാരോട് വിളിച്ചപ്പോ എന്താ പറഞ്ഞത് ദാമോദരൻ മേനോൻ എന്താ പറഞ്ഞത്? ആ ദാമോദരന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല അവര്. ചേട്ടനാണോ വെച്ചാൽ അതേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എന്നോട് മാന്യമായിട്ട് പെരുമാറി സംസാരിച്ചിരുന്നു അല്ലെ സഹോദരനുമായിട്ട്? എന്താണ് പറഞ്ഞത് വിളിച്ചത്? അങ്ങൊരു വീട്ടുകാരും കുറച്ച് പണി മരാമത്തുണ്ട്, അതിന് ഞാൻ സഹായിക്കാം, ആ വീട്ടിൽ നിന്ന് മാറി തന്നാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സർക്കാർ ഒരു വീട് വാങ്ങിയാൽ മതി. അപ്പോൾ മറ്റാളോട് പറഞ്ഞു ഇനിയും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ, വീട്ടിലേക്കുള്ള സഹായം മുടക്കരുത്. അതല്ല പോലീസുകാർ പറഞ്ഞു. അല്ല, ഇവിടെ വന്ന ആളോട് ഞാൻ പറഞ്ഞു വീട്ടിലേക്കുള്ള സഹായം മുടക്കരുത്. ചേട്ടൻ എന്നോട് പറഞ്ഞു ഇത് മരാമത്തിന് പൈസ ആവശ്യമായിട്ടുണ്ട്, മരാമത്ത് നടത്തണം. ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഉറപ്പില്ല. താൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഇന്ന് നല്ല ദിവസം ആഘോഷമല്ലേ. അപ്പോൾ ഞാൻ എനിക്ക് ഫോട്ടോ കാണാൻ സന്തോഷമായി ഉണ്ടായി. അന്ന് കണ്ട ഫോട്ടോ എനിക്ക് സങ്കട. ഇന്ന് കണ്ട അവസ്ഥയിൽ വ്യത്യാസമുണ്ടോ? ഈ ആരോഗ്യാവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടോ? അന്ന് കണ്ട വീഡിയോയിൽ നിന്ന് മാറ്റമുണ്ടോ? വളരെ മാറ്റമുണ്ട്. എന്താണ് മാറ്റമുള്ളത്? ആരോഗ്യത്തിനൊക്കെ മാറ്റം വന്നു. നേരത്തെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തന്നിരുന്നല്ലോ, ആ ഫോട്ടോയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. മറ്റേ വെറും പറത്തില്ല. ഇതന്നെ ഞാൻ പറയണേ. സുകുമാരക്കുറുപ്പിനെ പേപ്പറിൽ വായിക്കാറുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല. ആയതിന് പ്രശ്നം വെച്ചാൽ ഗേറ്റിൻ്റെ അവിടെ വന്നു ഞാൻ എൻ്റെ സ്വഭാവം മാറും. ഞാൻ തുറന്നു പറയും. ഒരു ജഡ്ജിയുടെ മരുമകനാണ് ഞാൻ. ജഡ്ജി മരിച്ചിട്ടുള്ളൂ, ഞാൻ മരിച്ചിട്ടില്ല. ഈ പോലീസുകാരോട് വിളിച്ചപ്പോ എന്താ പറഞ്ഞത് ദാമോദരൻ മേനോൻ എന്താ പറഞ്ഞത്? ആ ദാമോദരന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല അവര്. ചേട്ടനാണോ വെച്ചാൽ അതേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എന്നോട് മാന്യമായിട്ട് പെരുമാറി. ആ മാന്യമായിട്ട് പെരുമാറാൻ ഈ തറവാട്ടിൽ വന്ന ഞങ്ങളോട് സ്നേഹം ഇന്നും കാണിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് രജനി മേനോൻ ഞങ്ങൾക്ക് എൻ്റെ മുമ്പിൽ വരാൻ സ്ഥാപിച്ചത്.